ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ PCOD എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് ബേസിക് ആയിട്ട് PCOD എന്താണെന്ന് പലർക്കും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ നമുക്ക് ആദ്യം കൂടെ തീർത്തു കൊടുക്കാം. പറഞ്ഞോളൂ. PCOD എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10 ആൾ OP യിൽ വരികയാണെങ്കിൽ അതിലൊരു 7 പേരും ഇതുമായിട്ടാണ് വരുന്നത്. ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ PCOD എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ അടുത്ത് ഇടയ്ക്ക് പേഷ്യൻസ് വന്ന് ചോദിക്കുന്നത് അറിയോ, ഡോക്ടർ എനിക്ക് PCOD ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. ഇങ്ങനെയാണ്. പക്ഷെ എന്താ PCOD എന്ന് ചോദിച്ചാൽ അറിയില്ല. PCOD എന്ന് പറയുന്നത് നമ്മൾ ശരിക്ക് നമ്മൾ 2 ഓവറി ഉണ്ട്, ഒരു യൂട്രസ്, 2 സൈഡിൽ ഓരോ ഓവറി ഉണ്ട്. ഈ ഓവറീസിൽ കുമിളകൾ വരുന്ന ഒരു അസുഖമാണ് PCOD എന്ന് പറയുന്നത്. സിസ്റ്റ് നമ്മൾ പറയുമല്ലോ, വലിയ ബലൂൺ പോലത്തെ സിസ്റ്റ്. പക്ഷെ അതല്ല, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വളരെ മില്ലിമീറ്റർ കണക്കിന് ഉള്ള കുമിളകൾ വരുന്ന അസുഖമാണ് PCOD. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുമിളകളിൽ കംപ്ലീറ്റ് ഹോർമോൺ അടങ്ങിയ ദ്രാവകമാണ്. ഈ കുമിളകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അത് നോർമൽ പ്രൊസീജിയറാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഹോർമോൺ നമ്മുടെ ബ്ലഡിലോട്ട് കലരും. ഇത് മെയിൻ ആയിട്ട് മെയിൽ ഹോർമോൺസ് ആയിരിക്കും, അതായത് പുരുഷ ഹോർമോണുകളായിരിക്കും. ഇത് നമ്മുടെ തലമുടി മുതൽ കാല് വരെ ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പൊ PCODയുടെ ബേസ് ഓവറിയിലാണെങ്കിലും ഇതിന്റെ ഇഫക്റ്റ് ശരീരം മുഴുവൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഹോർമോണൽ പ്രശ്നം, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹോർമോണൽ പ്രശ്നമാണ് PCOD അഥവാ PCOS. ഓക്കെ.